നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. 2025 മാർച്ച് മാസത്തെ സാമാന്യ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ 4 നക്ഷത്രക്കാരുടെ നക്ഷത്രഫലങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഗ്രഹാവസ്ഥകൾ നിലവിലുള്ളത് നോക്കുമ്പം സൂര്യൻ കുംഭൻ രാശിയിൽ ശനിയോടൊപ്പം നിൽക്കുകയല്ല, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. മാർച്ച് മാസം പകുതി വരെ സൂര്യൻ കുംഭൻ രാശിയിലുണ്ടാവും. മാർച്ച് 15 ആകുമ്പോഴത്തേക്കും മീനൻ രാശിയിലേക്ക് എത്തും. ശനിയാണെങ്കിൽ മാർച്ച് അവസാനമാണ് മീനൻ രാശിയിലേക്ക് കടക്കുന്നത്. മീനൻ രാശിയിൽ ഇപ്പോൾ രാഹുവുണ്ട്, ബുധനുണ്ട്, ശുക്രനും ഉണ്ട്. ബുധനെ സംബന്ധിച്ച് നീചരാശിയാണ്, അതുകൊണ്ട് ബുധൻ അല്പം ബലക്കുറവാണ് മീനൻ രാശിയിൽ അനുഭവപ്പെടുന്നത്. ശുക്രൻ അതേ സമയത്ത് അത് ഉച്ചരാശിയായതുകൊണ്ടും ശുക്രന് അനുകൂലമായ രാശിയായതുകൊണ്ടും മീനൻ രാശിയിൽ ശുക്രൻ വളരെയേറെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. പിന്നെ രാഹുവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട് പല രാശിക്കാർക്ക് പല രീതിയിൽ. അതുപോലെ ചൊവ്വ മിഥുനൻ രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വ്യാഴം ഇടവൻ രാശിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. കേതു കന്നി രാശിയിലാണിപ്പോൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ മാസത്തെ ഗ്രഹനില ഇങ്ങനെയാണ്. ചന്ദ്രൻ്റെ സ്ഥിതി നോക്കുമ്പോൾ മാർച്ച് 14 തീയതി പൗർണമി വരുന്നു, വെളുത്ത വാവ് വരുന്നു. മാർച്ച് 29 ആകുമ്പോഴത്തേക്കും കറുത്ത വാവ് അല്ലെങ്കിൽ അമാവാസി സംഭവിക്കുന്നു. ഇതാണ് നമുക്ക് ഈ മാസത്തെ പൊതുവായ ഗ്രഹനിലകൾ. ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഗ്രഹചാര ഫലങ്ങളൊന്ന് നോക്കാം. ഗ്രഹചാരം എന്ന് പറഞ്ഞാൽ ഗ്രഹസഞ്ചാരം എന്നാണ് അർത്ഥം. ഗ്രഹസഞ്ചാരങ്ങൾ കൊണ്ടുണ്ടാകുന്ന താൽക്കാലിക ഫലങ്ങൾ. ആദ്യം നമുക്ക് ചതയ നക്ഷത്രത്തിൻ്റെ ഫലമാണ് നോക്കാനുള്ളത്. ചതയ നക്ഷത്രം കുംഭക്കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ്. നമുക്ക് കൂറും രാശിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് നമ്മുടെ ജന്മക്കൂറെന്ന് പറയുന്നത്. ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നമ്മൾ രാശി എന്നും ഭാവം എന്നുള്ളതും ഉപയോഗിക്കുന്നു. ചന്ദ്ര ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കൂറ് എന്നുള്ള പദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു അതാണ് കൂറ് എന്ന് പറയുന്നത്. അപ്പോൾ ചതയ നക്ഷത്രക്കാർ കുംഭക്കൂറിൽ വരുന്നു. കുംഭക്കൂറിൽ ശനിയും സൂര്യനും ചേർന്ന് നിൽക്കുകയാണ്. 2ാം ഭാവത്തിലാണ് ഈ പറഞ്ഞ രാഹുവും ബുധനും ശുക്രനും കൂടെ നിൽക്കുന്നത്. വ്യാഴം ഇടവത്തിലും മിഥുനത്തിൽ ചൊവ്വയും ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ജന്മത്തിലും 2ലുമായിട്ട് ഈ മാസം സൂര്യൻ സഞ്ചരിക്കുന്നു ചതയ നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് കുറേയേറെ അലച്ചിൽ അനുഭവിക്കുന്ന കാലമാണ്. ഈ ചതയ നക്ഷത്രക്കാർക്ക് ഈ മാസം ഉണ്ടാകുന്ന വളരെ രസകരമായ ഫലമാണ്. ഒരുപാട് അധ്വാനിക്കും, പക്ഷെ ഒരു ഫലവും ഉണ്ടാകുകയില്ല. ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ കിട്ടും. ഭൂരിഭാഗവും സമയം പാഴാക്കാനുള്ള അവസ്ഥയായിരിക്കുമെന്ന് ബോധ്യപ്പെടും. ഇപ്പോൾ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരുപാട് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു, ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല. അപ്പോൾ അത്രയും സമയം വെറുതെ പോവുകയാണ്. അതുപോലെ തന്നെ മീറ്റിങ്ങിന് ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരിക, ഒരുപാട് സമയം അതിനു വേണ്ടി ചിലവഴിക്കേണ്ടി വരിക. അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ഒരുപാട് തയ്യാറെടുപ്പ് കൊണ്ട് ചെല്ലുമ്പോൾ അതൊന്നും ചർച്ച ചെയ്യാതിരിക്കുക. വ്യാപാരികളെ സംബന്ധിച്ച് ഇത് തന്നെ. ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ഇടപാടുകാരുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ സമയം വെറുതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ അനുഭവപ്പെട്ടേക്കാം. പക്ഷേ ദുഃഖിക്കാനൊന്നുമില്ല. വലിയ കഷ്ടനഷ്ടങ്ങളല്ലല്ലോ. ഈ ചതയ നക്ഷത്രം ഉൾപ്പെടുന്ന കുംഭക്കൂറിൽ ഉൾപ്പെടുന്നവർക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണ്? അവരുടെ 7ര ശനി തുടരുകയാണ്. 7ര ശനിയാണ്. ഇപ്പോൾ ശനി ഈ മാസം അവസാനം മാറിയാലും അവർക്ക് 7ര ശനി മാറുന്നില്ല. ഇപ്പോൾ ജന്മശനിയും കൂടെയാണ്. അപ്പോൾ സൂര്യനും ശനിയും 2 ശത്രുഗ്രഹങ്ങളാണല്ലോ, സൂര്യനും ശനിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പര ശത്രുക്കളായതുകൊണ്ട് തന്നെ ആ ഒരു പ്രയാസം ജന്മക്കൂറിൽ ശനിയും സൂര്യനും കൂടെ ചേർന്ന് നിൽക്കുന്നതിൻ്റെ അസ്വസ്ഥതകൾ അനുഭവപ്പെടും. അതായത് നമ്മുടെ എനർജി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ക്ഷീണവും ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട പല പ്രമോഷനോ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ വേറെയുള്ള ആൾക്കാർ തട്ടിയെടുക്കുന്നത് കണ്ട് വല്ലാത്ത വിഷമവും തോന്നും. അതുപോലെ തന്നെ നമ്മുടെ അത്രയും മിടുക്കരല്ലാത്ത ആളുകൾ വ്യാപാരത്തിൽ ലാഭം ഉണ്ടാക്കുന്നത് കാണുമ്പം അല്പാസൂയ, മനുഷ്യസഹജമായ അസൂയയും തോന്നും. നമ്മുടെ ലാബ്സിൽ നമ്മൾ കാണാതെ പോയ പല കാര്യങ്ങളും കൊണ്ടാണ് അയാൾ ഇത് നേട്ടം കൈവരിക്കുന്നത്. അതിൽ നമുക്കൊരല്പം ദേഷ്യവും തോന്നും.
നമ്മളോട് തന്നെ. അങ്ങനത്തെ മനസ്സംഘർഷങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കി നിർത്തുക. എല്ലാവർക്കും ഉണ്ട് ഏതാണ് വിജയവും പരാജയവും. അതൊന്നും സ്ഥിരമല്ല. വിജയവും പരാജയവും മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇന്ന് വേറൊരുത്തൻ നേട്ടം ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട. കാരണം നാളെ നമുക്ക് നേട്ടം ഉണ്ടാകുമ്പോൾ അയാൾക്കത് കിട്ടണമെന്നില്ല. ഈ വ്യാപാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഗെയിം പോലെ വിചാരിച്ചാൽ മതി. കാരണം അതിനകത്ത് ലാഭവും നഷ്ടമൊക്കെ മാറി മാറി വരും. എന്നും ലാഭം ഉണ്ടാക്കുന്ന ഒരു വ്യവസായിയും വ്യാപാരിയും ലോകത്തില്ല. അപ്പോൾ അതൊന്ന് മനസ്സറിഞ്ഞ് അതിനകത്ത് പ്രവർത്തിക്കുക എന്നുള്ളതേ ഉള്ളൂ, പ്രാർത്ഥനയോടുകൂടി. പിന്നെ ഈ 2ാം ഭാവത്തിൽ ബുധശുക്രയോഗം ഉള്ളതുകൊണ്ട് തന്നെ കലാവാസനകൾ പരിപോഷിപ്പിക്കപ്പെടും. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്. ശുക്രൻ ഉച്ചത്തിലായതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ ബുധൻ നീചത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നമ്മുടെ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നില്ല. അത് നമുക്കൊരു അല്പം വിഷമം ഉണ്ടാക്കും. അത് നമുക്ക് നന്നായിട്ട് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കും. മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. ഇപ്പം നൃത്തമാണെങ്കിലും നാടകമാണെങ്കിലും ഒക്കെ സിനിമയാണെങ്കിലും ഒക്കെ ആ ഒരു റെസ്പോൺസ് ആളുകളുടെ ഭാഗത്തുനിന്ന്, കാണികളുടെ ഭാഗത്തുനിന്ന് ആ ഒരു റെസ്പോൺസ് കിട്ടിയാലല്ലേ നമുക്ക് പ്രോത്സാഹനമാവുള്ളൂ. അത് കിട്ടണമെന്നില്ല, കിട്ടരുതെന്നില്ല. എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു റെസ്പോൺസ് കിട്ടാൻ സാധ്യത കുറവാണ്. പ്രസംഗിക്കുന്നവർക്ക് വളരെ ഗുണകരമായ ഒരു കാലഘട്ടമാണ്. അവർക്ക് ആ മെസ്സേജൊക്കെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. പ്രസംഗത്തിലുള്ള ആശയങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ബഹുമാനം അവിടെ കിട്ടണം എന്നില്ല. എന്നാൽ നമ്മുടെ അത്രയും കഴിവില്ലാത്ത, ആശയങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരാൾ ചില ആദരവുകളൊക്കെ നേടുന്നത് കാണാം. നമ്മുടെ സദസ്സിലില്ല, മറ്റ് ചില സദസ്സുകളിൽ പോയി നേടുന്നത് നമുക്ക് കാണേണ്ടിയും വരും. പിന്നെ സാഹിത്യരചന, കവിതാരചന, കഥാരചന, ഇതിലൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. സുകുമാര കലകളുണ്ടല്ലോ, നൃത്തം, സംഗീതം, ചിത്രരചന, വാദ്യം, ഇതിലൊക്കെ നന്നായിട്ട് ശോഭിക്കാനായിട്ട് സാധിക്കും. പരീക്ഷകളിൽ വിജയമുണ്ടാകും. മറ്റൊരു കാര്യം ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരെ ഒന്ന് ഏൽപ്പിച്ചിട്ടൊന്ന് മാറി നിൽക്കാനുള്ള ശ്രമമൊക്കെ നടത്തും. പക്ഷേ അതത്ര ബുദ്ധിപരമല്ല എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ട് നോക്കുമ്പോൾ കാണുന്നത്. ഈ തോന്നലുണ്ടാകാൻ കാരണം ബുധൻ്റെ മൗഢ്യമാണ്. ബുധന് മൗഢ്യം വരുന്നു. അതിൽ ബുധൻ ഇപ്പം നീചത്തിലാണ്. ഇതോടുകൂടി പിന്നെ മാർച്ച് 15-ാം തീയതി ആകുമ്പോഴത്തേക്കും സൂര്യനും കൂടെ അങ്ങോട്ടെത്തി ബുധന് പ്രയാസമാകും. ഇത് നീചവുമാണ്, മൗഢ്യവും കൂടെ വരുന്നു. ശുക്രനും ഇതുപോലെ തന്നെ സൂര്യൻ്റെ സാമീപ്യം വരുന്നു. രാഹുവിൻ്റെ സാമീപ്യം അവിടെയുണ്ട്. ശുക്രനും രാഹുവും കൂടെ ചേർന്നാൽ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രശ്നം കാണത്തില്ല. പക്ഷേ സൂര്യനും രാഹുവും കൂടെ ചേരുമ്പോൾ മറ്റൊന്നാണ് എഫക്റ്റ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മധ്യത്തിന് ശേഷം കുറച്ച് വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ മാസത്തിൻ്റെ പൊതുഫലം നോക്കുമ്പം നല്ല മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗമുണ്ട്. ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ വിരുന്നുകളിൽ സദ്യ ഉണ്ണാനും വിവാഹാദി കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗമുണ്ട്. പിന്നെ കുട്ടികളുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ പുലർത്താനായിട്ട് ശ്രദ്ധിക്കണം. മക്കളുമായിട്ട് വഴക്കുണ്ടാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായേക്കാം. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. മക്കളുമായിട്ട് സംസാരിക്കുമ്പോഴും അവരുടെ പ്രതികരണത്തോട് നമ്മൾ പ്രതികരിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചിലപ്പം അവർക്ക് പക്വത ഉണ്ടാകണമെന്നില്ല. അവരെന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ചാടിക്കടിക്കാനും അടിച്ച് തലപൊട്ടിക്കാനൊന്നും പോകരുത്. സമാധാനപരമായിട്ട് സ്നേഹപൂർവ്വം കുട്ടികളോട് പെരുമാറുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ മതിയല്ലോ ശിക്ഷാ നടപടിയിലോട്ട് പോകുന്നു. ചാടി കയറി ശിക്ഷിക്കാനായിട്ട് ചെന്നാൽ ഇപ്പോഴത്തെ കുട്ടികളത് അനുസരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് മക്കളുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ സൂക്ഷിക്കുക. ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്. പിന്നെ മാസത്തിൻ്റെ അവസാനമാകുമ്പം ജന്മശനി അങ്ങ് മാറും. ശനി മീനൻ രാശിയിലേക്ക് കടക്കും. അപ്പം കുറേയൊക്കെ ആശ്വാസം അനുഭവപ്പെടുന്നതാണ്. വലിയൊരു ധനനഷ്ടമോ ബാധ്യതയൊന്നും ഉണ്ടാകാൻ ഈ മാസം സാധ്യതയില്ല. കുറേ കടങ്ങളൊക്കെ അടച്ചു തീർക്കാനും സാധിക്കുന്നതാണ്. ശുക്രൻ 2-ലുള്ളതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ്. പിന്നെ ശനിയെ കൊണ്ട് വലിയ ദോഷവും ഇല്ല, 7ര ശനിയാണെങ്കിലും. കാരണം ശനിയാണല്ലോ ഇവരുടെ രാശിനാഥൻ, ചതയ നക്ഷത്രക്കാരുടെ. അതുകൊണ്ട് ആ ഒരു ഗുണം ലഭിക്കുന്നതുമാണ്. അപ്പോൾ അവർ ശനിപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നത് അവരുടെ ദോഷഫലങ്ങൾ നന്നായിട്ട് കുറയ്ക്കാനും
ഗുണഫലങ്ങൾ വർദ്ധിക്കാനും സഹായകമാണ്. ശാസ്താവിന് വഴിപാട് ചെയ്യുക, നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് എള്ളുതിരി തെളിയിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ മഹാദേവനും കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത പൂരിട്ടാതി നക്ഷത്രക്കാരാണ്. അവർക്കും 2 കൂറുകളിലായിട്ടാണ് വരുന്നത് പൂരിട്ടാതി. ആദ്യത്തെ 3/4 ഭാഗവും കുംഭക്കൂറിലാണ്. അവസാന പാദമാണ് മീനം രാശിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ മീനക്കൂറിലേക്ക് ഉൾപ്പെടുന്നത്. പൂരിട്ടാതിക്കാരെ സംബന്ധിച്ച് ശനിയും സൂര്യനും കൂടെ ജന്മനക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അതാണ് അവരുടെ ഒരു ബുദ്ധിമുട്ട്. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, ദുഃഖങ്ങൾ, അതുപോലെ തന്നെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ ബുദ്ധിമുട്ടിച്ചേക്കാം. പിന്നെ അലച്ചിലുകളും യാത്രകളും ഒക്കെ വർദ്ധിക്കും. ഔദ്യോഗിക ചുമതലകൾ വർദ്ധിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് തീർക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കപ്പെടും. അത് ജോലിയിലാണെങ്കിലും മറ്റ് ഏജൻസി, കമ്മീഷൻ വ്യവസ്ഥയിൽ ചെയ്യുന്ന വ്യാപാരങ്ങളിലാണെങ്കിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ സെയിൽസ് മേഖലയുണ്ടല്ലോ, ഡോർ ടു ഡോർ സെയിൽ, റീറ്റെയിൽ സെല്ലിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് സമ്മർദ്ദം ഉണ്ടാകും സമയത്ത് കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ട്യൂഷൻ സെൻറ്റർ പോലുള്ള കാര്യങ്ങൾ നടത്തുന്നവരുണ്ടല്ലോ, അധ്യാപകരും ഒക്കെ. ബുധന്, അധ്യാപനത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമായ ബുധന് നീചാവസ്ഥയാണുള്ളത്, നീചരാശി അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ സിലബസ് പഠിപ്പിച്ച് തീർക്കാനും പരീക്ഷയ്ക്ക് മുമ്പ് പിള്ളേരെ പ്രിപ്പയർ ചെയ്യിക്കാനും ഒക്കെ ആയിട്ട് നെട്ടോട്ട് ഓടേണ്ടി വരും. അങ്ങനെ ഒരുപാട് അലച്ചിലുകൾ ഉണ്ടാകും. ആത്മാർത്ഥതയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അല്ലാത്തവരെ സംബന്ധിച്ച് ഇതൊന്നും പ്രശ്നമല്ല. ശരിക്കും സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ഈ പ്രഭാഷണ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ് കാലം എങ്കിലും അവർക്കും അലച്ചിലുകൾ വർദ്ധിക്കുന്നതാണ്. ചില ബന്ധുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകും സാമ്പത്തികമായിട്ടൊക്കെ. പക്ഷേ പൊതുവേ നോക്കുമ്പോഴത്തേക്കും മറ്റ് ചില ബന്ധുക്കളുടെ സ്വഭാവം വളരെ അരോചകമായിട്ടും അനുഭവപ്പെടും. പിന്നെ പണയം വെച്ച കുറേ കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കാനായിട്ട്, കുറേ വസ്തുക്കൾ, സ്വർണ്ണമൊക്കെ തിരിച്ചെടുക്കാനുള്ള യോഗം ഈ മാസമുണ്ട്. ഭൂമിയിൽ നിന്ന്, കൃഷിയിൽ നിന്നൊക്കെ ആദായം ഉണ്ടാകാം. അല്ലെങ്കിൽ പൈതൃക സ്വത്ത് വിൽക്കുന്നതിലൂടെ ചില കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും. പിന്നെ ദാമ്പത്യ ബന്ധത്തിൽ അല്പം സ്വരച്ചേർച്ചക്കുറവ് ഉണ്ടാകാൻ ഇടയുള്ളൊരു കാലഘട്ടമാണ്. രാഹുവിൻ്റെ ഒരു എഫക്റ്റ് എപ്പോഴും ഉണ്ടാകും. രാഹു പിന്നോട്ടാണല്ലോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ് മാസം ആകുമ്പോഴത്തേക്കും കുംഭൻ രാശിയിലേക്ക് എത്തും. മീനത്തിൽ നിന്ന് പുറകോട്ട് നീങ്ങി കുംഭത്തിലേക്ക് എത്തും. അപ്പോൾ ഈ പൂരിട്ടാതി നക്ഷത്രക്കാരിലാണ് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നത്. കാരണം ഈ 2 കൂറുകളും തമ്മിൽ ബന്ധപ്പെടുന്നത് പൂരിട്ടാതി നക്ഷത്രത്തിൽ കൂടെയാണല്ലോ. അപ്പോൾ അതിൽ കൂടെയാണ് രാഹു സഞ്ചരിച്ച് വരുന്നത്. അപ്പോൾ ജന്മ നക്ഷത്രത്തിൽ രാഹു സഞ്ചരിക്കുന്നതിൻ്റേതായ വിഷമതകൾ ഇവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ദാമ്പത്യത്തിലൊക്കെ ഒരല്പം ബുദ്ധിമുട്ട് ഉണ്ടാകാം. ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. എപ്പോഴും രോഗലക്ഷണങ്ങൾ കണ്ടാലേ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക. അലോപ്പതി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ഹോമിയോ ആണെങ്കിലും അല്ലെ യുനാനി ചികിത്സയാണെങ്കിലും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല സ്ഥാപനത്തിൽ പഠിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളിനെ മാത്രം കാണുക. ഒറ്റമൂലി പ്രയോഗങ്ങളൊക്കെ ഈ ശരിക്കും ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളുടെ പ്രയോഗങ്ങളിൽ പോയി വീഴരുത്. ഒറ്റമൂലി മോശമാണെന്നല്ല ഞാൻ പറഞ്ഞ്, എങ്കിലും അതൊക്കെ പഠിച്ച ആളുകളുണ്ടല്ലോ അവരുടെ അടുത്ത് മാത്രം പോവുക. ആരെങ്കിലും ഈ കേട്ടും പറഞ്ഞും വരുന്ന ചില മരുന്നുകളുണ്ട്, അതൊക്കെ അത്ര ഫലപ്രദമാകണം എന്നില്ല. മറ്റ് ചില സൈഡ് എഫക്റ്റൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് നന്നായിട്ട് ഈ വൈദ്യത്തെപ്പറ്റി അറിയാവുന്ന ഒരാളുടെ അടുത്ത് മാത്രം പോവുക. കുട്ടികളുമായിട്ട് നന്നായിട്ട് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുടുംബ ബന്ധങ്ങൾ ശോഭനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. നിർബന്ധ ബുദ്ധി ഒഴിവാക്കുക, മുൻകോപം ഒഴിവാക്കുക, എടുത്തിയാട്ടം ഒഴിവാക്കുക. ഈ 3 കാര്യങ്ങൾ പൂരിട്ടാതിക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. നിർബന്ധ ബുദ്ധിയും എടുത്തിയാട്ടവും മുൻകോപവും. ഈ 3 കാര്യം ഒഴിവാക്കിയില്ലെങ്കിൽ പല പരാജയങ്ങളും അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളലുകളൊക്കെ ഉണ്ടായേക്കാം. വിദേശത്ത് പോകാനുള്ള യോഗമുണ്ട് പൂരിട്ടാതിക്കാർക്ക്. അതുപോലെ വിദേശത്ത് കഴിയുന്നവർക്ക് നാട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതും ആഗ്രഹം സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാമ്പത്തികമായിട്ട് വലിയ ടൈറ്റൊന്നും ഉണ്ടാകാൻ ഇടയില്ല. അധികം ലാവിഷായിട്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും, വലിയ ധൂർത്തൊന്നും കാണിക്കാൻ പറ്റിയില്ല എങ്കിലും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധനം ലഭിക്കാനുള്ള യോഗം ഉണ്ട്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് മീനക്കൂറിലാണ് വരുന്നത്. അവരുടെ പ്രത്യേകത എന്താണ്? രാഹുവും ബുധനും ശുക്രനും ഈ ഉത്രട്ടാതി കൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇപ്പം അതിൻ്റെ സമ്മർദ്ദം നന്നായിട്ട് ഉണ്ടാവും. രാഹു എന്ന് പറയുന്നത് വിഷമയമായ ഒരു ഗ്രഹമാണ്. കുറേയേറെ കുറുക്ക് വഴികളിൽ കൂടെ ധനമൊക്കെ തരുമെങ്കിലും
രാഹുവിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഒരല്പം ക്രൂരതയും കുറച്ച് വിഷവുമാണ്. ഏകാഗ്രത കുറയും, ഒരു കാര്യത്തിലും പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരും, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് എത്താൻ കഴിയാതെ വിഷമിക്കും. അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റ്സ് കൊടുക്കും. നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുക്കുമല്ലോ, ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ഞാൻ ചെയ്തു തരാം എന്നും പറഞ്ഞുകൊണ്ട് വാഗ്ദാനം കൊടുത്താൽ അത് പാലിക്കാൻ സാധ്യതയില്ല. ചിലവുകൾ വളരെയേറെ അധികരിക്കാൻ സാധ്യതയുള്ളൊരു മാസമായതുകൊണ്ട് ചിലവുകൾക്ക് കൃത്യമായിട്ടൊരു കണക്കൊക്കെ സൂക്ഷിക്കുന്നത് ഉചിതമായിരിക്കും. അല്ലെങ്കിൽ കയ്യിൽ പണം നിൽക്കുകയില്ല, കടം വരാനും സാധ്യതയുണ്ട്. ആഡംബരത്തിന് വേണ്ടിയിട്ട് അമിത ചിലവ് ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ടാവും. അതിനെ നന്നായിട്ടൊന്ന് നിയന്ത്രിക്കുക. അത് കുടുംബക്കാർ നിർബന്ധിച്ചാൽ പോലും, ബന്ധുക്കളൊക്കെ നിർബന്ധിച്ചാലും ആഡംബരത്തിന് വേണ്ടി അമിതമായിട്ട് ചിലവഴിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഈ മാസം. അതുപോലെ തന്നെ സാഹസ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും വളരെ സൂക്ഷിച്ച് വേണം. പ്രായത്തിനും ആരോഗ്യത്തിനും അനുസരിച്ചുള്ള പ്രവൃത്തികളിലേ ഏർപ്പെടാവുള്ളൂ. ഈ ഗാലറിക്ക് വേണ്ടി കൈയടിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ കേമത്തം കാണിച്ചാൽ ചിലപ്പം വലിയ കുഴിയിലായിരിക്കും വീഴുന്നത്. അത് എന്താണ്, മലകയറ്റത്തിലാണെങ്കിലും വ്യാപാരത്തിലാണെങ്കിലും ശരി, രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി, നമുക്ക് തോന്നിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. വേറുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങൾ ആകരുത്. പിന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ വേണ്ടിയിട്ട് കുടുംബനാഥൻ മുൻകൈ എടുക്കേണ്ടതാണ്. അതിൽ കുടുംബനാഥ ആരാണ് ഉത്രട്ടാതി എന്ന് വെച്ചാൽ അവർ തന്നെ മുൻകൈ എടുക്കണം. കാരണം എന്താണെന്നറിയോ, ഈ ഉത്രട്ടാതിക്കാർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മുൻകോപവും എടുത്തിയാട്ടവും ഒക്കെ ഉണ്ടാവും. അതിനെ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവനവനൊന്ന് നിയന്ത്രിക്കുക. ഉത്രട്ടാതി നക്ഷത്രക്കാർ സ്വയം ആദ്യം ഒന്ന് നിയന്ത്രിക്കുക. അതിനുശേഷം കുടുംബ ബന്ധുക്കളെയും ഒക്കെ നല്ല രീതിയിൽ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരുപാട് കാര്യങ്ങളിൽ ശരിയോ തെറ്റോ എന്നുള്ള ഒരു ചഞ്ചലത്വം മനസ്സിന് അനുഭവപ്പെടാൻ ഇടയുള്ളൊരു മാസമാണ്. അതിന് നല്ല പ്രാർത്ഥനയും ആവശ്യമെങ്കിൽ ഒരു മുതിർന്ന ഒരാളിൻ്റെ, അതായത് നല്ല ധാർമ്മികമായ മൂല്യങ്ങളുള്ള ഒരാളിൻ്റെ ഉപദേശം തേടുന്നതും നന്നായിരിക്കും. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്ന മതത്തിലുള്ള ദേവാലയത്തിൻ്റെ ദർശനമൊക്കെ ഏറ്റവും ഉത്തമമാണ്. പുണ്യസ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുക, ടൂർ പോവുക, കുടുംബാംഗങ്ങളോടൊത്ത് നല്ല പോസിറ്റീവ് എനർജിയുള്ള സ്ഥലങ്ങളിൽ പോവുക. വ്യാപാരത്തിൽ പുതിയ ഇനിഷ്യേറ്റീവ്സ് തുടങ്ങാനായിട്ട് പറ്റിയ ഒരു സമയമല്ല. പുതിയ വ്യാപാരം തുടങ്ങാനോ നിലവിലുള്ള വ്യാപാരം ഒരുപാട് വർദ്ധിപ്പിക്കാനോ ഒക്കെ ശ്രമിച്ചാൽ ഉദ്ദേശിക്കുന്ന ഒരു ലാഭം കിട്ടണം എന്നില്ല. ധനച്ചെലവ് വളരെ കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കതിനുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരുക്കി വെക്കാം, അതിനുള്ള പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് ശേഖരിച്ച് വെക്കാം. ലൈസൻസുകൾ എടുക്കാം, പെർമിറ്റുകൾ എടുക്കാം, കടമുറി വേണമെങ്കിൽ കണ്ടുവെക്കാം. പക്ഷേ അത് തുടങ്ങുന്നത് ഗ്രഹനില അനുകൂലമായിട്ട് മതി എന്നുള്ളതാണ് അഭിപ്രായപ്പെടാനുള്ളത്. അതുപോലെ തന്നെ വാഹനം, ആയുധം, വൈദ്യുതി തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കുമ്പം നല്ല ശ്രദ്ധ പുലർത്തേണ്ടതും ആവശ്യമാണ്. പിന്നെ എന്താണുള്ളത്, യന്ത്രപ്പണികൾ ചെയ്യുന്നവർ സൂക്ഷിക്കണം. എന്നാൽ ഇരുമ്പ് വ്യാപാരം ചെയ്യുന്നവർക്ക് ഗുണകരമായൊരു കാലവുമായിട്ടാണ് കാണുന്നത്. ഇരുമ്പ് വ്യാപാരം എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ ബിസിനസ്, അതുപോലെ വർക്ക്ഷോപ്പുകൾ, ഇതൊക്കെ അവർ സൂക്ഷിക്കണമെങ്കിലും അവർക്ക് അനുകൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. രാശിചക്രത്തിലെ ഏറ്റവും ഒടുവിൽ വരുന്ന നക്ഷത്രമാണ് രേവതി. രേവതി നക്ഷത്രക്കാർക്ക് 12ാം ഭാവത്തിലും ജന്മക്കൂറിലുമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ഈ മാസം. കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി പെടാപ്പാട് പെടേണ്ടി വരും. ഒത്തിരി പ്രാവശ്യം ശ്രമിച്ചാലേ പല കാര്യങ്ങളും സാധിച്ചു കിട്ടുകയുള്ളൂ. അതുപോലെ മനസ്സിന് സംഘർഷവും ഉണ്ടാകും. കുറേ കഴിയുമ്പം ഒരു അരോചകത്വവും ദേഷ്യവും ജീവിതത്തോട് തന്നെ ചിലപ്പോൾ ഒരു വെറുപ്പൊക്കെ തോന്നുന്ന അവസ്ഥ ഉണ്ടാകാം. പക്ഷേ അതിലൊന്നും കുലുങ്ങരുതെന്നാണ് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ചില ഗ്രഹനിലകൾ ഒന്നിച്ച് വരുമ്പോൾ, ചില ഗ്രഹങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഒരു രാശിയിൽ വരുമ്പം നമ്മുടെ മനസ്സിൻ്റെ സ്റ്റെബിലിറ്റിയെ അത് ബാധിക്കും, മനസ്സിൻ്റെ ഒരു സ്ഥിരതയെ അത് ബാധിക്കും. എന്ന് വിചാരിച്ച് ഭ്രാന്ത് പിടിക്കുമെന്നുള്ളതല്ല. അതിൽ ആ വഴി ചെയ്യണോ ഈ വഴി ചെയ്യണോ, അവർ പറയുന്നതാണോ ശരി, ഇവർ പറയുന്നതാണോ ശരി, ഇങ്ങനൊരു കൺഫ്യൂഷനിലോട്ട് കൊണ്ട് എത്തിക്കും പല ഗ്രഹാവസ്ഥകളും. അതിൻ്റെ കാരണം എന്താണ്, ഈ അന്തരീക്ഷത്തിൽ ഗ്രഹങ്ങൾ എന്ന് നമ്മൾ ഈ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ എല്ലാം മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെൻറ്റ്സ് നമ്മുടെ ശരീരത്തിലും ഉണ്ട്. അപ്പോൾ ഈ സ്ഥാനം മാറുമ്പോൾ, ഭൂമിയും മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള അകലം മാറുമ്പം നമ്മുടെ ശരീരത്തിലെ ഈ മൂലകങ്ങളാണ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അതായത് ചില സമയത്ത് ഇത് വളരെ പ്രവർത്തനക്ഷമമായിരിക്കും,
ചില സമയത്ത് ഇത് പ്രവർത്തനക്ഷമത കുറഞ്ഞിരിക്കും. ഇതാണ് ഈ ഉച്ചം നീചം എന്നൊക്കെ നമ്മൾ ഗ്രഹത്തിൻ്റെ കാര്യം പറയുമല്ലോ. ഗ്രഹം വളരെ ആക്റ്റീവാണെങ്കിൽ നമ്മുടെ ശരീരവും ആക്റ്റീവായിരിക്കും. അതാണ് ശുഭഗ്രഹം പാപഗ്രഹം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ പറ്റി പിന്നീട് ഒരിക്കൽ വളരെ വിശദമായിട്ട് പറയാം. ഗണിതപരമായ കുറേ കാര്യങ്ങളുണ്ട് ഈ ഉച്ചം നീചം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശുഭഗ്രഹം പാപഗ്രഹം എന്നൊക്കെ പറയുന്നത് സൂര്യനും ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ നിർവചിക്കുന്ന കുറേ ഗണിതപരമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്താണെങ്കിലും ഈ സൂര്യൻ ഇങ്ങനെ ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന ആയതുകൊണ്ട് ആ ഒരു പ്രയാസം വരും. സൂര്യൻ രാഹുവുമായിട്ട് അവിടെ കുറച്ച് കാലത്തേക്ക് നിൽക്കും. ബുധൻ നീചത്തിലാണ്, ശുക്രൻ ഉച്ചരാശിയിലാണ്. ബുധശുക്രയോഗവും സൂര്യ ശുക്രയോഗം, അതായത് ശുക്രാദിത്യ യോഗം, പിന്നെ ബുധാദിത്യ യോഗവും വരും. പക്ഷേ ബുധാദിത്യ യോഗം നോർമലി നല്ല എഫക്റ്റീവ് ആകേണ്ടതാണ്, നല്ല സമ്പത്തും എല്ലാം തരേണ്ടതാണ്. പക്ഷേ ബുധൻ നീചത്തിലായിപ്പോയി. അതുകൊണ്ട് എന്ത് സംഭവിക്കും? പല കാര്യങ്ങളിലും മാനസികമായൊരു വിരക്തി തോന്നും. ജോലിയുടെ കാര്യത്തിലും ഇത് തന്നെ. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു തൃപ്തിക്കുറവ് എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ ജോലി ഉപേക്ഷിക്കാനൊന്നും പാടില്ല. മറ്റൊരു നല്ല ജോലി കിട്ടിയിട്ട് മാത്രമേ നിലവിലുള്ളത് കളയാവുള്ളൂ. ഇല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ട് വരും. എപ്പോഴും നമുക്ക് ഒരു പൂർണ്ണമായിട്ടും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പല ദേഷ്യങ്ങളും ഉണ്ടാകും. മേലധികാരി നമ്മൾ പറയുന്ന പോലെ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു, സഹപ്രവർത്തകരുടെ സഹകരണം കിട്ടുന്നില്ല. ഇതൊക്കെ നമ്മുടെ തോന്നലുകൾ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകും. ഉറക്കം കുറയും, ടെൻഷൻ കൂടും. ഇതെല്ലാം ഹോർമോൺ ഇംബാലൻസും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നല്ല പ്രാർത്ഥനയോടെ ശാന്തമായിട്ട് ഈശ്വരനിൽ മനസ്സർപ്പിച്ച് മുന്നോട്ട് പോവുക. ഒരു കുഴപ്പവും ഉണ്ടാകുകയില്ല. ഈ ശാരീരികമായ കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും. ഗ്രഹങ്ങളുടെ മാറ്റം അനുസരിച്ച് നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനും ശരീരത്തിലെ ദഹനരസങ്ങളുടെ അളവൊക്കെ വ്യത്യാസപ്പെടുന്നതുകൊണ്ടുള്ള പ്രയാസങ്ങളുണ്ടാകും. അലച്ചിൽ കൂടുന്നതുകൊണ്ടുള്ള പ്രയാസങ്ങളും ഉണ്ടാകും. എങ്കിലും ഈ മനസ്സിന് സംഘർഷം കൊടുക്കാതിരിക്കുക. ജന്മരാശിയിൽ പറഞ്ഞല്ലോ പല ഗ്രഹങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അപവാദങ്ങളോ ആരോപണങ്ങളോ ഒക്കെ നേരിടേണ്ടി വരാനും സാധ്യതയുണ്ട്. പിന്നെ മീനരാശിക്കാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മീനക്കൂറുകാരെ സംബന്ധിച്ച് 4-ലാണല്ലോ ചൊവ്വ നിൽക്കുന്നത്. അതായത് മിഥുനം രാശിയിൽ കൂടെയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അപ്പം പല ആരോപണങ്ങളും ഈ സമയത്ത് നേരിടേണ്ടി വന്നേക്കാം. 12-ൽ ശനിയും ഉണ്ട്. ഈ മാസം അവസാനമാണ് ശനി ജന്മക്കൂറിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ശനിയും രാഹുവും സൂര്യനും 3 പാപഗ്രഹങ്ങൾ ഒന്നിച്ച് ചേരുവോടെ നീചനായ ബുധനും പാപഗ്രഹത്തിൻ്റെ ഫലമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ചില സുഖാനുഭവങ്ങൾ ഉണ്ടാവും. കാരണം ശുക്രൻ ഉച്ചത്തിലാണല്ലോ. അതെങ്ങനെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ. അതായത് വിവാഹേതര ബന്ധങ്ങൾ, നമ്മുടെ പങ്കാളി അല്ലാതെ മറ്റൊരു പങ്കാളിയുമായിട്ട് നമ്മൾ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുക, അതൊക്കെ പിന്നീട് ദോഷകരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും കുറയ്ക്കുന്ന കാര്യങ്ങളാണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുമെന്ന് പറയാൻ കാര്യം വെച്ചാൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഗ്രഹങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ പാപഗ്രഹവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടുള്ള പ്രയാസമാണ്. ശുക്രൻ മാത്രം നല്ലതായതുകൊണ്ട് കാര്യമില്ലല്ലോ. എന്നാൽ നേരത്തെ ചെയ്ത പല നല്ല പ്രവൃത്തികളും ഈ സമയത്ത് പ്രശംസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് മനസ്സിനൊരു സന്തോഷം നൽകും. അതുപോലെ തന്നെ ഏതെങ്കിലും ചില സോഴ്സിൽ നിന്ന് പെട്ടെന്ന് കുറച്ച് ധനം വന്നെത്താൻ സാധ്യതയുണ്ട്. അത് ലോട്ടറി ഒന്നും ആയിരിക്കണമെന്നില്ല. മിക്കവാറും കുടുംബസ്വത്ത് ഭാഗം വെച്ച് കയ്യിൽ കിട്ടാനാണ് സാധ്യത. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ആരെങ്കിലും തരാനുണ്ടായിരുന്ന പണം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് കയ്യിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റും. ന്യായമായ ആവശ്യങ്ങൾക്കുള്ള പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ബന്ധുക്കളിൽ ഒരു വിഭാഗത്തിൻ്റെ സഹായം നമുക്ക് ലഭിക്കും. മറ്റൊരു വിഭാഗത്തിൻ്റെ സഹായം അത്ര ലഭിക്കുകയില്ല. അമ്മ വഴിക്കുള്ള ബന്ധുക്കളുടെ സഹായം കുറവായിരിക്കും. പിതാവ് വഴിക്കുള്ള ബന്ധുക്കളുടെ സഹായം ലഭിക്കുകയും ചെയ്യും. ഇതാണ് രേവതി നക്ഷത്രക്കാരുടെ സാമാന്യ ഫലം. അപ്പോൾ അവരും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം. വാഹനം, ആയുധം, വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ഭയപ്പെടാനുള്ള കാര്യമല്ല പറയുന്നത്, ശ്രദ്ധിക്കുക എന്നുള്ളതേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചതയം, പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാരുടെ സാമാന്യ നക്ഷത്ര ഫലമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.
നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും സഹായിക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾ നവഗ്രഹ ക്ഷേത്രത്തിൽ പോകുമ്പം ഈ പറഞ്ഞ ശനിക്കും ആദിത്യനും രാഹുവിനും ബുധനും ശുക്രനും ഒക്കെ വഴിപാടുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. കുടുംബദേവതയ്ക്ക് വഴിപാട് ചെയ്യുക, ദുർഗാദേവിയുടെ അവിടെ ഒരു പട്ട് സമർപ്പിക്കുക. ഇതൊക്കെ വളരെ ഗുണകരമായ കാര്യമാണ്. ഈ 5 ഗ്രഹങ്ങൾ ഒന്നിച്ച് വരുന്ന ഒരു കാലമായതുകൊണ്ട് നമ്മളൊരല്പം ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. ഇത്രയേ ചുരുക്കത്തിൽ പറയാനുള്ളൂ. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.